ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. ഒരു തവണയെങ്കിലും സാമ്പാർ ഉണ്ടാക്കി നോക്കാത്തതായിട്ട് നിങ്ങളിൽ ആരും ഉണ്ടാവില്ല അല്ലേ? നല്ല പെർഫെക്റ്റായിട്ട് ഹോട്ടലിലൊക്കെ കിട്ടുന്ന സാമ്പാറിൻ്റെ അതേ ടേസ്റ്റിൽ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്നതിനായി ആദ്യം ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിലൊന്ന് കുതിരാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി 1/2 കപ്പ് തുവരപ്പരിപ്പ് ഒരു പാത്രത്തിലിട്ട് നന്നായി കഴുകിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1/2 മുതൽ 1/4 കപ്പ് വരെ ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് തുവരപ്പരിപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നന്നായി കഴുകിയെടുക്കുക. ഈ പരിപ്പിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് അടച്ചു വെച്ച് 2 വിസിലാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കർ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് സാമ്പാറിന് ആവശ്യമായ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം. സാമ്പാർ മിക്സ് എന്ന് പറഞ്ഞ് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ നമുക്ക് സാമ്പാറിൻ്റെ എല്ലാ കഷ്ണങ്ങളും അവർ തരുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1 കിലോ സാമ്പാർ മിക്സാണ് വാങ്ങിയിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കപ്പളവിൽ പറയുകയാണെങ്കിൽ ഒരു 3 വലിയ കപ്പ് വെജിറ്റബിൾസ് ഞാൻ ഈ സാമ്പാറിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ സാമ്പാർ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വലിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ എല്ലാ വെജിറ്റബിൾസും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സാമ്പാർ ഉണ്ടാക്കാൻ സവാളയ്ക്ക് പകരം കൊച്ചുള്ളി ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾക്ക് പുറമെ ഇവിടെ 2 പച്ചമുളകും ഒരു വലിയ പിടി കൊച്ചുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഈ പച്ചക്കറിയിൽ ചേർക്കുന്നുണ്ട്. അതുപോലെ തക്കാളി, വെണ്ടക്ക, മുരിങ്ങക്കോല് അതൊന്നും ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുക്കറിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഈ വെജിറ്റബിൾസ് ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ചേർക്കേണ്ടത്. ഇപ്പം നമ്മുടെ പരിപ്പ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്നു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, അതുപോലെ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സാമ്പാർ പൗഡർ അവസാനം യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കായപ്പൊടി വേറെ ചേർക്കുന്നില്ല. സാമ്പാർ പൊടി ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഈ സമയത്ത് 1 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം അതും കൂടി ചേർത്ത് കുക്കർ അടച്ച് വിസിൽ മാറ്റിയതിന് ശേഷം പച്ചക്കറി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ പച്ചക്കറികൾ ഒരു 1/4 വേവായി കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോവും മുരിങ്ങക്കോലും കൂടി അതിൽ ചേർത്ത് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കാനുള്ളത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക ഡയറക്റ്റായിട്ട് സാമ്പാറിൽ ചേർക്കാൻ പറ്റില്ല. അപ്പോൾ അതിനായി നമുക്കൊരു ഫ്രൈ പാന് ചൂടാക്കി അതിൽ അല്പം എണ്ണ ഒഴിച്ച് വെണ്ടക്ക കഷ്ണങ്ങളും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം വേണം സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാൻ. വെണ്ടക്കയിൽ നിന്ന് പശ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെണ്ടക്ക സാമ്പാറിൽ ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇത് താളിച്ചൊഴിക്കാനാണ് ഉള്ളത്. ഇതിനായി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുക്, വറ്റൽമുളക്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില ഇത്രയും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം.
അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കൂടി അതിൽ ചേർത്തൊന്ന് മൂപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാമ്പാർ പൊടി ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ കരിഞ്ഞു പോവാതെ നോക്കണം. നമുക്ക് ഉണ്ടാക്കി വെച്ച കറിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.